ദൃശ്യങ്ങളിലേക്ക് പോകാം. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർദിനാൾമാർ പ്രൊസഷനായി സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോകുന്നു. And you can see the first of the cardinals are now entering the Sistine Chapel, following the various assistants and the Vice Camerlengo and the Secretary of the College of Cardinals. The first of the Cardinal Deacons, the most recently named Cardinal Deacon and the first to enter the conclave, is George Jacob Kuvakad. പ്രൊസഷനായി കർദിനാളന്മാർ ഇപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഓത്ത് ഓഫ് സീക്രസി എടുക്കണം. എന്ന് വെച്ചാൽ നമുക്കറിയാം, മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വലിയ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ഇപ്പോൾ കർദിനാൾമാർ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഓത്ത് ഓഫ് സീക്രസി എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിന് ഒരു സീക്രസി ഉണ്ട്. എല്ലാവരും അത് പ്രതിജ്ഞ എടുക്കേണ്ടതാണ്, ഓത്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഓത്ത് എടുക്കാൻ വേണ്ടി ഇപ്പോൾ അതിന് ശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആ കാര്യങ്ങളൊന്നും പുറം ലോകത്തിന് നമുക്ക് അറിയാൻ കഴിയുകയില്ല. എന്താണെങ്കിലും ഇപ്പോൾ പ്രൊസഷനായി കർദിനാളന്മാർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കടന്ന് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്തുന്ന കർദിനാൾമാർ ഇനി ഓത്ത് ഓഫ് സീക്രസി എടുക്കും. അതിന് ശേഷം ആണ് വോട്ടെടുപ്പ്. ഏകദേശം 9 മണിയോടുകൂടി വോട്ടെടുപ്പ് നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം 10:30-11 മണിയോടുകൂടി സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴലിലൂടെ കറുത്ത പുകയോ വെളുത്ത പുകയോ വരുന്നതായിരിക്കും. മാർപ്പാപ്പ ഇന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ലോകം കാത്തിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും വത്തിക്കാനിലേക്കാണ്. നമുക്കറിയാം, പല ലോകമാധ്യമങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ തത്സമയം ഈ ദൃശ്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൻ്റെ തുടക്കത്തിന്
തുടക്കം ആവുന്നതിന് തൊട്ടു മുൻപ് പ്രൊസഷനായിട്ട് കർദിനാളന്മാർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ കടന്നു കഴിഞ്ഞാൽ അവിടം മുഴുവനായും അടച്ച് പൂട്ടുന്നതായിരിക്കും. പിന്നീട് പുറം ലോകവുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. വത്തിക്കാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മൊബൈൽ സിഗ്നലുകൾ അടക്കമുള്ള എല്ലാ സിഗ്നലുകളും ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചാപ്പലിലേക്ക് കടന്നു പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ വോട്ടവകാശമുള്ള 133 കർദിനാളന്മാർ മാത്രമാണ് ഇപ്പോൾ ചാപ്പലിലേക്ക് കടന്നു പോവുക. മറ്റുള്ളവർ ചാപ്പലിലേക്ക് പോവുകയില്ല. 133 പേർ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റായി അടച്ച് പൂട്ടുന്നതായിരിക്കും. അതിനുശേഷം ഇന്ന് ഒരു വോട്ടെടുപ്പ് നടക്കും. ഏകദേശം 9 മണിയോടുകൂടി ആദ്യത്തെ വോട്ടെടുപ്പ് നടക്കും. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടോ എന്നുള്ളത് സംബന്ധിച്ച് 10:11 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 10:11 മണിയോടുകൂടി നമുക്ക് അറിയാൻ കഴിയും. അതിനുശേഷം നാളെ ഇനി നടക്കുന്ന വിഷ്വലുകളൊന്നും പുറം ലോകത്തിന് കാണാൻ കഴിയുകയില്ല. അതെല്ലാം സീക്രട്ടായിട്ട് രഹസ്യമായി നടക്കുന്നത് മാത്രമായിരിക്കും. നമുക്കാകെ പുറം ലോകത്തിന് ആകെ അറിയാനുള്ള ഒരേ ഒരു മാർഗം പുകക്കുഴൽ മാത്രമാണ്. വെളുത്ത പുക വരുന്നുണ്ടോ കറുത്ത പുക വരുന്നുണ്ടോ എന്നതിനെ മാനദണ്ഡമാക്കി മാത്രമായിരിക്കും ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പുറം ലോകത്തിന് വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ നിന്നുള്ള ക്ലീമീസ് ബാവ കർദിനാൾ അടക്കമുള്ള ആളുകൾ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ത്യയിൽ നിന്ന് 4 കർദിനാളന്മാരാണ് ഉള്ളത്. കേരളത്തിന് അഭിമാനമായി മാർ ജോർജ് കൂവക്കാട്, അതുപോലെ തന്നെ ക്ലീമീസ് ബാവ അടക്കമുള്ള ആളുകൾ വോട്ടവകാശം ഉള്ളവരാണ്. അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് 4 പേരാണ് വോട്ടവകാശം ഉള്ളവരായി ഇപ്പോൾ ഉള്ളത്. അവർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോകുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്ന് തന്നെ മാർപ്പാപ്പ ആരാണ് എന്ന് അറിയാൻ കഴിയുമോ എന്നുള്ളത്. ഇന്ന് തന്നെ മാർപ്പാപ്പ ആരാണ് എന്ന് അറിഞ്ഞാൽ അത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ അഭൂതപൂർവമായ സംഭവമായി മാറും. കാരണം ഇത്രയും പെട്ടെന്ന് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത ഒരു ചരിത്രം ഇന്നോളം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപ് 8 മണിക്കൂർ കൊണ്ട് തിരഞ്ഞെടുത്ത ഒരു ചരിത്രമാണ് ഉള്ളത്. പക്ഷേ ഇന്ന് ആദ്യത്തെ വോട്ടെടുപ്പിൽ മാർപ്പാപ്പ ആരാണെന്ന് അറിഞ്ഞാൽ അത് ചരിത്രമായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The Litany of the Saints invokes the various saints, the apostles, holy pontiffs, fathers of the church, doctors of the church, martyrs, holy men and women, and continues with invocations to God to deliver us from all evil, to deliver us from sin, and to deliver us through the various events of our Lord's life. And after each of those petitions, there is the invocation, Free us, O Lord, and then a series of different petitions to which the cardinals respond, We beseech thee, hear us. And all of those praying for guidance
from the Holy Spirit in this process of electing a new pontiff.